الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, കുറച്ചു നാളുകളായി മഴയുടെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഒരു മഴയിൽ നിന്നൊരു വിശ്വാസികൾക്ക് പഠിക്കാനുള്ള ഗുണപാഠം എന്താണ് എന്നുള്ളതും അത്തരം കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും അവരുടെ ഈമാനിനെ സജ്ജമാക്കുവാനും ശാരീരിക ആരോഗ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും ഇസ്ലാം പറഞ്ഞിട്ടുള്ള കുറച്ച് ഗുണപാഠങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മനുഷ്യന്റെ, മാനവരാശിയുടെ സർവചരാചരങ്ങളിലെ ജീവന്റെ അടിത്തറയായി പോലും പഠിപ്പിക്കപ്പെട്ടത് ജലമാണ്. മഴയില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് മുഴുവനും പ്രയാസമാണ്, അവരുടെ ജീവിതം തന്നെ അപകടത്തില. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നതിന്റെ ശാസ്ത്രീയത വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 43-ാമത്തെ ആയത്തിൽ അലൻ തറ അന്നല്ലാഹ യുസ്ജി സഹാബ എന്ന് വരുന്ന ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങളെ ചലിപ്പിച്ചു കൊണ്ടുവന്ന് ആ കാർമേഘങ്ങളെ ചലിപ്പിച്ച് അവയെ സംയുക്തമാക്കി വെച്ച് അതിനിടയിൽ നിന്ന് നിങ്ങൾക്കുള്ള ജനകളികളെ തന്ന് ആ മഴ വരുന്നതിന്റെ ശാസ്ത്രീയ വശം അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. മിന്നലിനെ സംബന്ധിച്ച് അവിടെ അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമുക്ക് മഴ തരുമ്പോൾ പലപ്പോഴും ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ, കുറച്ചു കാലം ചൂടായിരിക്കും, അത് കഴിഞ്ഞാൽ ഒരു മഴയുടെ ഒരു സീസണായിരിക്കും. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ രൂപത്തിലും മഴ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ചൂട് വരുമ്പോൾ നമ്മളൊക്കെ പറയും ഒരു നശിച്ച ചൂടാണ് എന്ന രൂപത്തിൽ സംസാരിക്കും. മഴ കിട്ടാതെ നമ്മൾ വിഷമിക്കും. പക്ഷെ മഴ വന്നു കഴിഞ്ഞാലോ
പിന്നെ നമ്മൾ പറയും ഒരു ശമനമില്ലാത്ത മഴയിൽ പോയി, അതൊരു നശിച്ച മഴയാണ് എന്നൊരിക്കലും പറയാൻ പാടില്ലാത്ത ശാപത്തിന്റെ വാക്ക് നമ്മൾ പറയും. അങ്ങനെ അതിനോട് പലപ്പോഴും നന്ദികേടിന്റെ സ്വഭാവം നമ്മൾ കാണിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയാൻ, ഒന്ന്, നിങ്ങൾക്ക് തരുന്ന മഴയില്ലേ, ആ വെള്ളം പോലും പരിശുദ്ധമാണ്, തുഹൂറായ വെള്ളമാണ് അല്ലാഹു നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാ, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായി ഒരു സന്തോഷ വാർത്തയായി നിങ്ങളിലേക്ക് കാറ്റ് വരുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് ഒരു സന്തോഷം അറിയിക്കാനുള്ള ഒരു കാറ്റ് നിങ്ങളിലേക്ക് വരുന്നു. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തുഹൂറ, ശുദ്ധമായ വെള്ളത്തിനെ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളതാണ്. വളരെ ശുദ്ധമായ മഴവെള്ളം അല്ലാഹു തആല നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അതുകൊണ്ട് സംഭരിക്കാൻ, ജീവിതത്തിന്റെ നികല മേഖലകളിൽ പ്രയോജനപ്പെടുത്താൻ ശുദ്ധമായ വെള്ളത്തിനെയാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അതേ റബ്ബ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾക്കത് ബറക്കത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അതിന് ശപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക? അല്ലാഹ് പറയുന്നുണ്ട്, വനസ്സൽനാ മിനസ്സമായി മാഅം മുബാറകാ, അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ് അല്ലാഹു ഉപരിഭാഗത്ത് നിന്ന് നൽകുന്നത്. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, അതുകൊണ്ട് തോട്ടങ്ങളെ അല്ലാഹു തആല മുളപ്പിച്ചു നൽകി. നല്ല വിളകളുള്ള ധാന്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് നൽകി. അതുകൊണ്ട് അനുഗ്രഹമാണ് മഴ. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയില് അല്ലാഹുവിന്റെ മഴത്തുള്ളി വന്ന് വീഴുമ്പോ അല്ലാഹു തആല പറയാൻ, അതുകൊണ്ട് സസ്യലതാദികൾ മുളപ്പിക്കുമ്പോ അഅജബൽ കുഫാർ, കർഷകരായ ആളുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്നു. ഞാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ അവിടെ അല്ലാഹു കുഫാർ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിച്ചത് കർഷകരെ സംബന്ധിച്ചിട്ടാണ്. കാരണം കാഫിർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു വിത്ത് മണ്ണിൽ വെച്ച് അതിനെ മൂടി വെച്ചവൻ ഭാഷാപരമായി. അതുകൊണ്ടാണ് കാഫിർ കർഷകൻ എന്ന് പറഞ്ഞത്. സത്യത്തെ മൂടിവെച്ചവൻ എന്ന അർത്ഥത്തിലാണ് കാഫിറിനെ സത്യനിഷേധി എന്ന് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ഭാഷാപരമായി അല്ലാഹു പറഞ്ഞു, കർഷകർ പോലും അത്ഭുതപ്പെടാൻ. മഴ വന്ന് വീഴുമ്പോ സസ്യങ്ങളൊക്കെ മുളച്ചു പോകും. നമ്മളുടെ കാർഷിക മേഖലകൾ, നമ്മളുടെ ഭക്ഷ്യമേഖലകൾ, അവിടൊക്കെ ഈ മഴയെ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു അത് ബറക്കത്താണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളുടെ കൃഷിയിടങ്ങളെ, മുന്തിരിത്തോപ്പുകളെ, ഈത്തപ്പനകളെ എല്ലാം അല്ലാഹു തആല അതുകൊണ്ട് സമ്പുഷ്ടമാക്കി നൽകുന്നത് മഴയെന്ന് പറയുന്ന ബറക്കത്ത് കൊണ്ടാണ്. മാത്രമല്ല അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ സഹായങ്ങളായി പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും മഴ തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബദറിന്റെ രണഭൂമി, ശത്രുക്കൾക്കെതിരെ സഹാബത്ത് അണിനിരന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു പറയാണ്, വയുനസ്സില അലൈക്കും മിനസ്സമാഇ മാഅ ലിയുത്വഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാൻ അള്ളാന്റെ അനുഗ്രഹമായി സഹാബത്തിന് അല്ലാഹു മഴ നൽകിയിട്ടുണ്ട്. ബദറിന്റെ രണഭൂമിയിലും അല്ലാഹു മഴ നൽകിയത് അള്ളാന്റെ സഹായമാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി മാത്രമല്ല, നമുക്ക് പോലും ആലോചിച്ചൊക്കെ ഒരു നിരാശക്ക് ശേഷം അല്ലാഹു തആല നൽകുന്ന മഴ മനസ്സിന് എത്ര കൺകുളിർമയാണ്. നമ്മുടെ ഭാഷ നമ്മളൊക്കെ പറയും പുതുമഴ എന്ന് പറയും. ആദ്യത്തെ മഴ നല്ല ചൂടിൽ ഒരുപാട് കാത്തിരുന്ന് നമ്മളുടെ വീട്ടിലെ ജലസ്രോതസ്സുകൾ, കിണറുകളാണെങ്കിലും കുഴൽ കിണറുകളാണെങ്കിലും അത് വറ്റിപ്പോവോ എന്ന് നമ്മളെ പേടിക്കുന്ന സന്ദർഭങ്ങളിൽ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, നിങ്ങൾ നിരാശയായതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നുണ്ട്. വയൻഷുറു റഹ്മതഹു, അള്ളാന്റെ കാരുണ്യം അല്ലങ്ങനെ വ്യാപിപ്പിച്ചു തരാൻ, വിശാലമാക്കി തരാൻ. അപ്പൊ ഒരു നിരാശക്ക് ശേഷം അല്ലാഹു നൽകുന്ന സന്തോഷമാണ് മഴ എന്നുള്ളത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയും, ആ മഴയിലൂടെ മടങ്ങേണ്ടത് പടച്ചോനിലേക്കാണ്, റബ്ബിലേക്കാണ്. അല്ലാഹു നമുക്ക് മഴ തരണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, മഴയില്ലാത്ത ഒരു സാഹചര്യം നമ്മളിലൂടെ വന്നാൽ ആരാ നമുക്ക് വെള്ളം തരാനുള്ളത്? എവിടെ നിന്നാ വെള്ളം ലഭിക്കാനുള്ളത്? അയൽവാസി പോലും വെള്ളം തരാൻ പേടി കാണിക്കില്ലേ? വെള്ളം കുടിക്കണ വെള്ളം വിൽക്കാൻ പാടില്ല എന്നാണ്. അടുത്ത വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളമില്ലാത്തവർ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്കുള്ളിലൊരു ഭയാണ്, ഞങ്ങളുടെ വെള്ളം വറ്റി എന്താ കാട്ടാൻ? വെള്ളം താഴ്ന്നു പോകുമ്പോൾ നമുക്ക് പ്രയാസാണ്, പേടിയല്ലേ? അല്ലാഹു പറയാണ്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാനീയത്തിനെ സംബന്ധിച്ച്, ജലത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ?
അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് അവയെ വർഷിപ്പിക്കുന്നത്? നിങ്ങളാണോ? അതല്ല ഞാനാണോ അതിനെ നിങ്ങൾക്ക് നൽകുന്നത്? പറയാം, അല്ലാഹുവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് മഴ തരുന്നവൻ. ഒരാൾക്കും കഴിയുന്നില്ല, ഒരാൾക്കും അതിന് സാധ്യമല്ല. വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടൊക്കെ മഴ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം UAE വരെ ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ഒരു മഴ പെയ്യിപ്പിച്ച് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലല്ല. സ്ഥിരമായിട്ട് വെള്ളം കിട്ടാനുള്ള സംവിധാനമല്ല. നിലവിലെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി അവിടെ സ്രോതസ്സുകളെ ശ്രമിക്കാനുള്ളൊരു ശ്രമം മാത്രമാണ്. പക്ഷെ വെള്ളം ഇല്ലാതായി പോയാൽ ആ ശ്രമങ്ങൾ പോലും പാഴ്വേലയാണ്. കാർമേഘങ്ങളിൽ നിന്ന് വെള്ളം തരുന്നത് ഞാനാണോ അതല്ല നിങ്ങളാണോ? ഒരാളെ കൊണ്ട് പോലും സാധ്യമാവാത്ത വസ്തുതകളാണ്. എന്നിട്ടല്ല പറയാൻ, നിങ്ങൾ അല്ലാഹ്ക്ക് നന്ദി ചെയ്യണില്ലേ? അതിനെ വരണ്ടതാക്കി കളയാൻ അല്ലാഹ്ക്ക് കഴിയില്ലേ? അതുകൊണ്ടൊരു മഴ കിട്ടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ, അള്ളാഹുവിനോട് നടത്തേണ്ടുന്ന പ്രാർത്ഥനകൾ നടത്താൻ ഇൻഷാ അല്ലാഹ് അതുകൂടെ നമുക്ക് വിശദീകരിക്കാം. നമ്മൾ ആ അള്ളാഹുവിനോടൊരു ശുക്ർ പറയാനുള്ളൊരു മനസ്സ് നമ്മളിൽ നിന്നുണ്ടാവണം. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ, അവിടെ അല്ലാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ. അതിന്റെ തോതനുസരിച്ച്, അളവനുസരിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് മഴ തരുന്നുണ്ട്. ആ തോത് തെറ്റുമ്പോഴാണ്, കൂടുമ്പോഴാണ് നമുക്കത് പ്രയാസങ്ങളായിട്ട് വരുന്നത്. അവിടെയും ഇസ്ലാമിന് പരിഹാരങ്ങളുണ്ട്. നമ്മളവിടെ പ്രളയങ്ങളായി മനുഷ്യൻ ബുദ്ധിമുട്ടിലേക്കും പരീക്ഷണങ്ങളിലേക്കും മാറുന്നുണ്ട്. പക്ഷെ ആ തോതിൽ അല്ലാഹു തആല വെള്ളം തരാൻ, ഫസ്കന്നാഹു ഫിൽ അർള്, അതിനെ ഭൂമിയിലൂടെ നാം കെട്ടി നിർത്തി തന്നു എന്നും അല്ലാഹ്. മഴയില്ലാത്ത സമയത്ത് ഉപയോഗപ്പെടുത്താൻ ഭൂമിയിൽ നിങ്ങളെന്തേ താഴേക്ക് അങ്ങോട്ട് പോവാത്ത? വെള്ളം ഒരു നിശ്ചിത അളവിലല്ല വെള്ളം തന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഴ തന്നു. മഴയില്ലാത്ത സീസണുകളിൽ ജലത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ ആ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അതിനെ ഇല്ലാതാക്കി കളയാൻ ഞാൻ കഴിവുള്ളവനാണ് എന്നല്ല. അല്ലാഹനെ മറന്ന് കളിക്കണ്ട. അതിനെ ഇല്ല എന്ന് വെക്കാൻ, നിങ്ങൾക്കത് ലഭിക്കില്ല എന്ന് വരാൻ, ഇല്ലാതെയാക്കി കളയാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, മഴവെള്ളം വന്നു, എത്ര പ്യൂരിറ്റിയുള്ള വെള്ളം അല്ലേ? ആ വെള്ളം കിണറുകളിൽ നമ്മൾ സംഭരിച്ചു വെച്ചു. അതിന്റെ pH ലെവൽ ഉപയോഗിക്കാനുള്ള അളവിൽ എത്ര ഫിൽട്ടർ ചെയ്ത വെള്ളം വന്നു. നമ്മൾ മലിനമാക്കുന്നതൊഴികെ അല്ലാഹു തആല കുടിക്കാനുള്ള ഉപയോഗപ്രദമായിട്ട് ആ വെള്ളത്തിനെ അവിടെ കെട്ടി നിർത്തി വന്നു. അതിന്റെ ഒരു ലെവല് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ കഴിഞ്ഞ ആഴ്ചയിൽ ഭക്ഷ്യവിഷബാധ വന്ന് നിരവധി കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ ഗവൺമെന്റ് LPയുടെ ഭാഗത്തുനിന്ന് എന്താ വന്ന് ചെറിയൊരു അംശം അണുക്കളുടെ സാന്നിധ്യം അതിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചവർക്കല്ല, കൈ വാഷ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചവർക്ക് അള്ളാഹു നൽകുന്നൊരു ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് നോക്കി നിങ്ങൾ ആ വെള്ളത്തിന് മണ്ണിൽ ഫിൽട്ടർ ചെയ്ത് താഴേക്ക് വന്ന് ഭൂമിയിൽ സംഭരിച്ച് കിടന്ന്, അതിനും താഴേക്ക് ഭൂമിയിലേക്ക് പോയ ജലത്തിന്റെ സ്രോതസ്സല്ലല്ലോ, പിന്നെ അഗ്നിയുടെ സ്രോതസ്സാണ്. അവിടെ അള്ളാഹു നിങ്ങൾക്ക് തന്നു. അള്ളാഹിനോട് കളിക്കുമ്പോ അല്ലാഹ് പറയാൻ, അതിനെ ഇല്ലാതാക്കി കളയാൻ ഞാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണമെന്നുള്ളതാണ്. ഇനി മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു ഒരുപക്ഷെ മഴ നൽകുന്നത് അത് നമ്മളുടെ മനസ്സിൽ വരണം. അള്ളാഹുവെ അത് ശിക്ഷയാക്കി വരരുതേ അല്ലാഹ്. മഴ തടഞ്ഞു വെക്കുന്നതും പണിഷ്മെന്റ് ആയിരിക്കാം, മഴ കൂടുന്നതും ശിക്ഷയായി വന്നേക്കാം. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ജനങ്ങളോട് പഠിപ്പിക്കുമ്പോ, വഖുൽ തിസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ ധാരാളം അള്ളാഹിനോട് പൊറുക്കലിനെ തേട്, അല്ലാഹ് നിങ്ങൾക്ക് മഴ തരും. നമ്മളുടെ തെറ്റ് കാരണമല്ല മഴ തടഞ്ഞു വെച്ചേക്കാം. ഇനി മഴ കൂടുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അല്ലാഹു തആല പറയാണ്, റബ്ബിനെ ധിക്കരിക്കുമ്പോ വഫാറത്തന്നൂർ, അടുപ്പ് പോലും പൊട്ടിയൊലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്നാണ്. നമ്മളൊക്കെ വെള്ളം വരാത്തടത്താണ് അടുപ്പ് വെക്കുക, തീക്കുള്ള സംവിധാനം. മനുഷ്യൻ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് പേമാരിയാൽ തീർത്ത ജലത്തിന്റെ സ്രോതസ്സുകൾ ഉറവയായി അടുപ്പുകളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു സമൂഹത്തിനെ അല്ലാഹു തആല മുക്കി നശിപ്പിക്കുമ്പോ അതും ഒരു പരീക്ഷണമാണ്. ജലങ്ങളെ കൊണ്ടും കൃഷികളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകിയ സബയിന്റെ ആളുകളെ അല്ലാഹു തആല പറയാണ്, ഡാമിന്റെ സംവിധാനങ്ങൾ വരെ ഫഅഗ്റദു, അവരെ ധിക്കാരങ്ങളെ കാണിക്കുമ്പോ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം,
ആ ജലത്തിന്റെ സ്രോതസ്സിന്റെ സംവിധാനങ്ങളെ കൊണ്ട് തന്നെ അവരെ തകർത്ത് ഇല്ലായ്മ ചെയ്തത് ശക്തമായ മഴകളെ കൊണ്ട് ഡാമുകളെ പൊട്ടിയൊലിച്ച് ആ ജനത ഇല്ലായ്മ വന്നതും നിങ്ങൾക്ക് മുന്നിലുള്ള പാഠമാണ്. ജലത്തിനെ കൂടാതെ ചരൽ മഴകളായി ധിക്കാരികളായ സ്വർഗാനുരാഗത്തിന്റെ ആളുകളായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല നശിപ്പിച്ചതും നമുക്ക് പാഠമാണ്. ഫഅംതർന അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ, ചരൽ മഴ കൊണ്ട് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് അവിടെ ശിക്ഷയും നമ്മളിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് അള്ളാഹുവിനോട് മഴ കിട്ടുമ്പോ നന്ദിയുള്ള ശുക്രുള്ള ആളുകളായിട്ട് മാറാം. ആധിപത്യങ്ങൾ അല്ലാഹു തആല ഒരുപാട് മുൽക്കിയത്ത് കൊടുത്ത വലിയ പ്രവാചകനാണ് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്. പലരോടും സംവദിക്കാനുള്ള സംസാരത്തിന്റെ ഭാഷകളെ ഹൃദ്യസ്ഥമാക്കി കൊടുത്തു. എല്ലാവിധ അധികാരങ്ങളും അദ്ദേഹത്തിന് നൽകി. അവിടെ സുലൈമാൻ നബി പറഞ്ഞ വാക്കുണ്ട്, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി, ഇതെന്നെ പരീക്ഷിക്കാൻ അള്ളാഹു എനിക്ക് തന്ന ഔദാര്യമാ, അള്ളാന്റെ ഫളലാണ്, എന്നെ പരീക്ഷിക്കാനായി തന്നതാണ് എന്റെ റബ്ബ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ അതല്ല നന്ദി കേട് കാണിക്കുന്നവനാണോ? അത് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് തന്നതാണ്. ഇതെന്റെ റബ്ബിന്റെ ഫളലാണ്, എന്റെ ആധിപത്യമൊന്നുമില്ല. നമ്മളുടെ കയ്യിൽ സൗകര്യങ്ങൾ വന്നാൽ, ആഗ്രഹിച്ച വാഹനങ്ങൾ കൈവശം വരുമ്പോ, ആഗ്രഹിച്ച രൂപത്തിലുള്ള വീടുകൾ നമ്മളുടെ അധീനതയിൽ വരുമ്പോ, കച്ചവടത്തിലും സമ്പത്തിലും ഉള്ള ബർക്കത്ത് തരുമ്പോ പറയണം, ഉള്ളു പറയണം, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ എന്റെ റബ്ബ് തന്ന ഔദാര്യമാണ്. ഞാൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നുണ്ടോ അതല്ല അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ? നമ്മൾ ഓർക്കണം, അള്ളാഹിനെ മറന്നിട്ടൊരവസ്ഥ ഉണ്ടാവരുത്. മഴ വന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴയാക്കി മാറ്റണേ അല്ലാ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ റബ്ബിനോട് പറയേണ്ടത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, ഉപകാരപ്രദമായ മഴയാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന മഴയാക്കി വർഷിപ്പിക്കണേ അല്ലാഹ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ആ മഴ കിട്ടിയാൽ നമ്മൾ അള്ളാഹിനോട് ശുക്ർ പറയണം. എന്താണ്? മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, അള്ളാന്റെ ഔദാര്യം കൊണ്ടാണ്, അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത്. ആ നന്ദി റബ്ബിനോട് പറയണം. കാരണം എന്തെന്നറിയോ? കാരണങ്ങളിൽ അവലംബിക്കുന്ന ആളുകളുണ്ട്. അത് ന്യൂനമർദ്ദം കാരണമാണ് മഴ വന്നിട്ടുള്ളത്, അത് മൺസൂണ് കാരണമാണ് മഴ വന്നിട്ടുള്ളത്. നമ്മൾ പറയും സാഹചര്യങ്ങളും സബബുകളും കാരണങ്ങളും നിർണയിക്കുന്നവനാണ് അള്ളാഹുവാൻ. ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഇന്ന നക്ഷത്രം വഴി മഴ ലഭിച്ചു എന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. ഇല്ലട്ടോ, അത് റബ്ബിന്റെ ഔദാര്യമാണ്. മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, അള്ളാന്റെ കാരുണ്യം കൊണ്ട്, അള്ളാന്റെ ഫദ്ല് കൊണ്ട്. ഒരുപക്ഷെ മഴകള് പരീക്ഷണമായി കടന്നു വരുമ്പോ, നമ്മളുടെ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തിലൂടെ കടന്നു വരുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട അല്ലാ, ഞങ്ങളുടെ ചുറ്റുമായി നീ മഴ വർഷിപ്പിക്കണേ അല്ലാ, വലാ അലൈനാ, ഞങ്ങളുടെ മേലൊരു ശിക്ഷയായി മഴയെ തരല്ല അല്ലാ. അല്ലാഹുമ്മ അലൽ അകാമി വല്ലറാബ്, അല്ലാഹുവേ മേച്ചിൽപ്പുറങ്ങളില് മലകളിൽ ഈ മഴകളാക്കണേ. വബുത്തൂനിൽ ഔദിയാ, താഴ്വരകളില്, വമനാബിത്തി ശജറ, മരങ്ങളുടെ വേരുകളില്, അവിടെയൊക്കെ മഴ വർഷിപ്പിക്കല്ല. ഞങ്ങൾക്കിപ്പോ ഒരു ശിക്ഷയായിട്ട് മഴയെ തരല്ലേ അല്ലാ, ഞങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് മഴയെ വർഷിപ്പിക്കണേ. ആ മഴയിൽ ഒരു പ്രയാസങ്ങളെ തോന്നുമ്പോ നമ്മൾ അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യണം. കാരണം അനുഗ്രഹങ്ങളുടെ വിപരീതം എന്താണ്? അത് അദാബാകും. ജലം അനുഗ്രഹമാണ്, ജലം കൂടുമ്പോ പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ അദാബുകൾ വരാം. കണ്ടില്ലേ നമ്മള് ചൂരൽമലയും മുണ്ടക്കയും അതിനു മുമ്പുള്ള പ്രളയങ്ങളിലൂടെ കടന്നു വന്നവർ. ആലോചിച്ച് നോക്ക്, മക്കളെങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങിയ, ഒരു കൊതുകിന്റെ ശല്യമുണ്ടാകാതിരിക്കാൻ കൊതുക് വലയിലൂടെ മക്കളെ ചേർത്ത് പിടിച്ചുറങ്ങിയ വാപ്പ സ്വന്തം മക്കളെ ഉരുൾപൊട്ടലിലൂടെ എല്ലാം അവരുടെ മേലെ വന്ന് വീഴുമ്പോ, അവരുടെ മൃതശരീരങ്ങളെ കിട്ടുമ്പോ വലക്കുള്ളിൽ മക്കളെയും ചേർത്ത് കിടക്കുന്ന ബാപ്പാന്റെ മക്കളുടെ മയ്യത്താണ് എന്നുണ്ടെങ്കിൽ
നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അറിയില്ല നമുക്ക്. അള്ളാഹുവെ പ്രയാസങ്ങളാക്കല്ലേ, ബുദ്ധിമുട്ടുകളാക്കല്ലേ റബ്ബിനോട് ദുആ ചെയ്യാൻ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, മഴയുമായ മുന്നറിയിപ്പുകൾ നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് കടന്നു വരുമ്പോ അതിനോട് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യമാണ്. അത് അധികാരികൾ പറയുന്ന വിഷയമല്ലേ, ഗവൺമെന്റ് പറയുന്ന വിഷയമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. വിശ്വാസികളോട് ശ്രദ്ധ കാണിക്കുന്നവരാവാൻ, സൂക്ഷ്മതയുള്ളവരാവാൻ, ജാഗ്രത പാലിക്കുന്നവരാവാൻ, ഹിദറക്കുമെന്ന് ജാഗ്രതയുടെ വാക്ക് പോലും അള്ളാഹുവിന്റെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ശക്തമായ മഴ വരുമ്പോ കളക്ടറുടെ ഭാഗത്തുനിന്ന് അവധി വരും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പക്ഷെ എന്തിനാണ്? ഒരുപക്ഷെ നമ്മളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നാളെ ഉണ്ടാകാവുന്ന മഴയുടെ സിംബലുകളും സിഗ്നൽസുകളും നമുക്ക് തരുമ്പോ, റെഡ് അലർട്ടാണ്, യെല്ലോ അലർട്ടാണെന്ന് പറയുമ്പോ നമ്മളൊന്ന് ജാഗ്രത പാലിക്കാനാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവധി ആഘോഷിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്ത് മീൻ പിടിക്കാൻ പോകുന്നവർ, നീന്തിക്കളിക്കാൻ പോകുന്നവർ, വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പോകുന്നവർ ഒരു പരീക്ഷണത്തിലേക്ക് എടുത്തു ചാടുന്നവരായി മാറാൻ വിശ്വാസികൾക്കൊരിക്കലും അവകാശമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ്. സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കുന്നവരായി വിശ്വാസികൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണ്, വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, വാഹനത്തിന്റെ അമിത വേഗതകൾ ഒരു ഹദീസിലൂടെ പറഞ്ഞ് അവധാനത റബ്ബിൽ നിന്നുള്ളതാണ്. അൽ അദ്റതു മിനശ് ശൈത്വാൻ, അമിത വേഗം ശൈത്വാനിൽ നിന്നുള്ളതാണ്. പക്ഷേ ആ ഹദീസ് ലഈഫാണ്, ഹദീസ് ദുർബലമാണ്. പക്ഷെ മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിന്റെ കണ്ടന്റിനെ, അതിന്റെ ആശയത്തിനെ. അമിത വേഗതകൾ അത് ശൈത്വാനിന്റെ പ്രേരണകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അമിത വേഗത്തിലൂടെയുള്ള യാത്രകൾ, വാഹനങ്ങൾ, നമുക്കറിയാം 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയുള്ള ബൈക്കുമായിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. റോഡുകളിലൂടെ, ശീതീകരിച്ച റോഡിൽ സൗകര്യങ്ങൾ കൂടുമ്പോ ആക്സിഡന്റുകൾ ഉണ്ടാക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. കയ്യിൽ നിന്ന് വാഹനങ്ങൾ സ്ലിപ്പ് വന്നേക്കാം, പോയേക്കാം. അതുകൊണ്ടൊരു സൂക്ഷ്മത പാലിക്കാൻ. അമിത വേഗതകളില്ല. ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് മനസ്സിലൂടെ സങ്കല്പിക്കാൻ കഴിയാത്ത 20 കിലോമീറ്ററിന്റെ വേഗത പോലും ഒരു ഒട്ടകത്തിനെ കൊണ്ട് താണ്ടാൻ കഴിയാത്ത കാലഘട്ടങ്ങളിൽ യാത്രയുടെ മര്യാദ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഖ്സുദ് ഫീ മശീഖ്, നിന്റെ സഞ്ചാരത്തില് നീയൊരു സൂക്ഷ്മത പാലിക്കണം. അമിതമായുള്ള യാത്രകളോ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥകളോ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ മര്യാദകളാണ്. എത്ര ജീവനുകളാണ് പ്രിയമുള്ളവരെ, എത്ര ജീവനുകളാണ്. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കാരണമായി മറ്റുള്ളവർക്ക് പോലും. കഴിഞ്ഞ ഖുത്ബയിൽ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരാൽ എനിക്ക് അക്രമങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന്. പ്രിയമുള്ളവരെ, നടന്നു നീങ്ങുന്ന ഒരാളുടെ മേലെ വാഹനം ഇടിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. പ്രിയമുള്ളവരെ, അബദ്ധങ്ങളല്ല പറയുന്നത്, മനഃപൂർവ്വം നമ്മൾ കാരണം ഒരു അക്രമം ഉണ്ടാക്കുന്നവരായിട്ട് നടന്നു പോകുന്നവരാകാം, അറിയാത്തവരാകാം. കഴിഞ്ഞ ആഴ്ചയിൽ പോലും പെരുമ്പലാവിലൂടെ നോക്ക്, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന് ട്യൂഷൻ കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ വാഹനങ്ങൾ കൂട്ടിയടിച്ച് നിയന്ത്രണം കിട്ടാതെ ആ മകനെ ശരീരത്തിൽ തട്ടി മരിക്കുമ്പോ മയ്യത്ത് കിട്ടുന്നത് ആരുടെ കയ്യിലെന്നറിയോ? അൻസാർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സായ ഉമ്മാടെ കയ്യിൽ മകന്റെ മയ്യത്ത് കിട്ടുമ്പോ ആരാണെന്നറിയാതെ നോക്കിപ്പോയ മാതാവ് ബോധരഹിതയായി താഴെ വീഴുമ്പോ വാഹനമോടിക്കുന്ന മക്കളെ, യാത്ര ചെയ്യുന്നവരെ, നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മമാരെ നമ്മളുടെ വീട്ടിലുണ്ട്, ബാപ്പമാര് വീട്ടിലുണ്ട്, ആശ്രയിക്കുന്ന കുടുംബമുണ്ട്. റോഡിലൂടെ നടന്നു പോകുന്നവന്റെ അധ്വാനത്തിന്റെ ഫലമറിയുന്ന ഒരു കുടുംബമുണ്ട്. നമ്മൾ കാരണം അവരുടെ കണ്ണീര് വീഴാൻ, അവരനാഥരാകാൻ, അവരെ നോവനുഭവിക്കാൻ ഒരു കാരണക്കാരായി നമ്മൾ മാറാതിരിക്കാൻ നമ്മളുടെ വാഹനങ്ങളുടെ ഉപയോഗങ്ങൾ ഈ ഒരു മഴക്കാലങ്ങളിൽ എണ്ണിയാൽ തീരാത്ത അപകടങ്ങളുടെ പേമാരികളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഓർക്കണേ പ്രിയമുള്ളവരെ, ഒരാളെ കൊല്ലാനില്ല, ഒരാളെ കിടപ്പറയിലാക്കാനില്ല, ഒരാളുടെ ദേഹത്തിലേക്ക് അശ്രദ്ധ കാരണം ചളി തെറിപ്പിക്കുന്നവനായി പോലും ഒരു വിശ്വാസി മാറാൻ പാടില്ല. എന്തൊക്കെ ഇസ്ലാം പറഞ്ഞു? നാവ് കൊണ്ട് ഉപദ്രവിക്കല്ലേ, കൈകൊണ്ട് ഉപദ്രവിക്കല്ലേ, വാക്കുകൊണ്ട് ഉപദ്രവിക്കല്ലേ. ഒരായുധമായി അങ്ങാടിയിലൂടെ നടക്കുമ്പോ മുനിയുള്ള ഭാഗം കയ്യിൽ പിടിച്ചവർക്ക് പ്രയാസമില്ലാതെ നടക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. സാഹചര്യങ്ങൾ ഒരുപാട് ചുറ്റുഭാഗത്തുള്ളത് കൊണ്ടാണ്. ശക്തമായ മഴയുണ്ടാവും,
നമുക്കൊക്കെ ആവശ്യങ്ങൾ കൂടുതലാണ്. ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരൽപ്പം വൈകിയാണെങ്കിലും എത്തുന്നതല്ലേ എന്ന ഒരു ചിന്താഗതിയെങ്കിലും നമ്മുടെ മനസ്സിൽ വരണം. നമ്മൾ ആലോചിച്ച് നോക്ക് എത്രയെത്ര നൊമ്പരങ്ങളും കണ്ണീരുകളുമാണ്. മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. എന്റെ ഉമ്മാന്റെ മുമ്പില് എന്റെ ജനാസ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളെ, എന്റെ ബാപ്പാന്റെ മുമ്പിൽ വരുന്ന അവസ്ഥകളെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ മക്കളില്ലേ? വീട്ടിലേക്ക് വാപ്പ വരുന്നതും കാട്ട്, അല്ലെ നമ്മളുടെ കയ്യിലെ ചെറിയ സ്വീറ്റ്സിന് വേണ്ടി കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിലേക്ക് നോക്ക്. നിങ്ങൾ ഇനി ഒരു മരണമെന്ന് വേണ്ട, ഒരു കോമ സ്റ്റേജിലായി വീട്ടിലൂടെ കിടക്കുമ്പോ ശയ്യാവലംബിയായി മറ്റുള്ളവർക്കൊരു പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നമ്മളൊരു കാരണക്കാരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഈ മഴയുടെ സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന രോഗത്തിന്റെ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ 8-ലധികം മരണങ്ങളാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട്, എലിപ്പനിയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. ഞാൻ ഇന്നത്തെ പത്രത്തിന്റെ പിന്നിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത്രയും ആളുകൾ രോഗം സ്ഥിരീകരിക്കപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവർ ഒരുപാട്. വൈറൽ ഫീവറുകൾക്ക് സാധ്യതകളുള്ള ഒരു സാഹചര്യം. ഇസ്ലാമിനൊരു ആരോഗ്യശാസ്ത്രമുണ്ട്, ഇസ്ലാമിനൊരു ശുദ്ധിയുടെ മേഖലയുണ്ട്. ഒരു വിശ്വാസികൾക്ക് അവിടെ ജാഗ്രത പാലിക്കാനുണ്ട്. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, എല്ലാ സാഹചര്യങ്ങളെയും അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ ഭാഗമാണ്. ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്. വ്യക്തിശുദ്ധിയുണ്ട്, അതിൽ തന്നെ ആന്തരിക വിശുദ്ധിയുണ്ട്, ബാഹ്യമായ വിശുദ്ധിയുണ്ട്, സാമൂഹികമായ വിശുദ്ധിയുണ്ട്. ഇസ്ലാമിൽ നമ്മള് സമൂഹത്തിനെ മലിനമാക്കാൻ പാടില്ല, നമ്മളുടെ ശരീരങ്ങളെ മലിനമാക്കാൻ പാടില്ല. നമുക്കറിയാം, ഒരുപാട് കാരണങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ. നള്ളിഫു ബുയൂത്തക്കും നള്ളിഫു അഫ്നാത്തക്കും, നിങ്ങളുടെ അഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റങ്ങളെ, നിങ്ങളുടെ വീടുകളെ, ഇങ്ങനെ പല അധ്യാപനങ്ങളും വൃത്തിയാക്കാനുള്ള പാഠങ്ങളെ നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. മാത്രമല്ല, പൊതുസ്ഥലങ്ങളിലൂടെ മാലിന്യങ്ങളെ വലിച്ചെറിയുന്നവർ, ജലക്കെട്ടുകളെ കാണുമ്പോ നമ്മളോട് അവിടെ ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ വീടിന്റെ പരിസരങ്ങളെ വൃത്തിയാക്കേണ്ടവർ നമ്മളാണ്. അവിടെ രോഗത്തിൻ്റെതായ സാഹചര്യങ്ങൾക്ക് കളമൊരുങ്ങിയാൽ, അവിടെ ഏതെങ്കിലും മൃഗങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ കിടന്ന് അതൊരു രോഗത്തിന് കാരണമാകുമ്പോ അത് നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, രണ്ട് ശാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, രണ്ട് ശാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണോ? അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഏതാണ് നബിയേ ആ രണ്ട് ശാപങ്ങൾ ഏതാണ്? കാലാവണെന്ന് പറഞ്ഞു, അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസി ഔ ദില്ലിഹിം, ജനങ്ങളുടെ വഴിയില് മലവിസർജനമോ മൂത്രവിസർജനമോ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, ഔദില്ലിഹിം, അതല്ലെങ്കിൽ അവരുടെ തണലുകളില്ലയോ, അവരിയ്ക്കുന്ന തണലുകളില്ലയോ, ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളെ. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച, അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ജനങ്ങള് നടക്കുന്ന വഴിയിലെ നജസുകളാക്കാൻ പാടില്ല, മലവിസർജനങ്ങൾ, മൂത്രവിസർജനം പാടില്ല. അതുപോലെ തന്നെ അവരുടെ തണലുകള്, ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാകാം, ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം, അവിടുന്ന് പരിസരങ്ങളെ മലിനമാക്കുന്നവരായിട്ട് വിശ്വാസികൾ മാറാൻ പാടില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ മൂത്രവിസർജനം നടത്താൻ പാടില്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാൽ. അതുകൊണ്ട് ശ്രദ്ധ പുലർത്താൻ നിങ്ങൾ നോക്കുക. നമ്മളൊന്ന് കാർക്കിച്ചു തപ്പുമ്പോ കഫം പോലും ആ മണ്ണ് കൊണ്ടൊന്ന് നീക്കിയിടണമെന്ന മര്യാദ പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. ആളുകൾക്കിടയിൽ കാർക്കിച്ചു തുപ്പാൻ പാടില്ല. അവിടെ പോലും എല്ലാ മേഖലയിലും ആളുകൾ അടക്കുന്ന ജനങ്ങളോട് പോലും കാണിക്കുന്ന അപമര്യാദയാണ്. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ, വാഷ് ചെയ്യുമ്പോൾ വല്ലാതെ ശബ്ദമുണ്ടാക്കി കാർക്കിച്ചു തുപ്പുന്ന സാഹചര്യങ്ങളെ നോക്ക്. നടക്കുന്ന വഴി ഇസ്ലാമെന്ന് അറബികളുടെ കാലഘട്ടത്തിൽ മണലുള്ളപ്പോ ആ മണലിൽ ഇങ്ങനെ നീക്കിയിടുന്നൊരു പശ്ചാത്തലങ്ങളെ, അത്രയും ശുദ്ധിയുടെ മേഖലകളിൽ ഇസ്ലാമിന് അധ്യാപനങ്ങളെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആളുകളുടെ, നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയുന്ന ആളുകള്, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, അതുപോലെ തന്നെ കടകളിലെ മാലിന്യങ്ങള്, ചിക്കൻ വേസ്റ്റുകളൊക്കെ, പേരുകളൊക്കെ നമ്മൾ നല്ല പേരിടും, ബിസ്മി ചിക്കൻ, ഹലാൽ ചിക്കൻ അല്ലെ. അതിനൊക്കെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളില്ല നമ്മളുടെ മുമ്പിൽ. അതിലേക്കുള്ള സംവിധാനങ്ങൾ തുറന്നു കൊടുക്കുക എന്നല്ലാതെ പൊതുജനങ്ങൾക്ക്, നിങ്ങൾ നോക്ക്, ക്ഷുദ്രജീവികൾ പോലും
റോഡിൽ കടിപിടി കൂടി ആളുകളുടെ സ്വൈരവിഹാരത്തിന് തടസ്സമുണ്ടാകുന്ന, ആരോഗ്യത്തിന് ഹാനികരമായി സംഭവിക്കുന്ന അവസ്ഥകളെ അതുകൊണ്ട് ശാരീരിക വൃത്തികളും സാമൂഹിക വൃത്തിയും സൂക്ഷിക്കുന്നവരായി ഇതിനൊരു കാരണക്കാരായിട്ട് നമ്മൾ മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ വീടുകളിൽ പോലും ആ സൂക്ഷ്മത പാലിക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, അത്ഫിഉൽ മസാബിഹ ഇദാ റഖത്തും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകളൊക്കെ അണച്ചു വെക്കണം. തീ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. കാരണം പലയിടത്തും അത് പടർന്നു പിടിക്കാൻ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാലിക്കുൽ അബ്വാബ്, വാതിലുകളൊക്കെ അടച്ചു വെക്കണം. വൗക്കുൽ അസ്കിയ, വെള്ളത്തിന്റെ തോൽപാത്രങ്ങളെ കെട്ടിവെക്കണം. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ നാട്ടിൽ ഇന്ന് നമുക്കൊരിക്കലും എന്തല്ല തോൽപാത്രമല്ല, പക്ഷെ വെള്ളത്തിന്റെ സംവിധാനം എന്നുണ്ടോ അതിനടച്ചു വെക്കണം. വഹമ്മിറു തുആമ വശറാബ്, ഭക്ഷണപാനീയങ്ങളൊക്കെ മൂടി വെക്കണം. ഇതൊക്കെ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്ന എന്തിനാണ്? നമ്മളുടെ ആരോഗ്യത്തിനാണ്, നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് ആരോഗ്യവകുപ്പ് എന്നുള്ള അറിയിപ്പല്ലേ, ഗവൺമെന്റിന്റെ അറിയിപ്പല്ലേ, എന്റെ ഇപ്പോഴത്തെ താൽക്കാലിക സൗകര്യം അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് എന്റെ ജീവനും എന്റെ സമൂഹത്തിനും എന്റെ ചുറ്റുപാടുള്ളവർക്കും പ്രയാസമുണ്ടാകുന്നുണ്ടോ അതിന്റെ സാഹചര്യങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു തത്വം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയില്ല. ഒരിക്കലും ജനസമൂഹത്തിനിടയിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറില്ല. സ്വന്തം ശരീരത്തെ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളാണ്. അതുകൊണ്ട് ഈ മഴക്കാലങ്ങളിൽ നമ്മളുടെ പരിസരത്തിന്റെ വൃത്തിഹീനത മറ്റുള്ളവർക്ക് കൂടെ പ്രയാസമാവുന്ന, നമുക്ക് കൂടെ ഹാനികരമാവുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ശാപം പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. അള്ളാഹുവിനോടൊരു നശിച്ച കാലം അങ്ങനെയൊക്കെ പറയുന്ന ആളുകളില്ലേ, വല തസുബ്ബുദ്ദഹറ, കാലത്ത് നിങ്ങൾ പഴിക്കരുത്. ഇന്നി അന ദഹർ, ഞാനാണ് കാലമെന്നല്ല. നശിച്ച മഴ എന്ന് ഡ്രസ്സ് ഉണക്കുമ്പോഴാവും നമ്മൾ പറയാം. അവിടെ ഇട്ട നേരത്തെ ഒരു മഴ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വരാൻ. പക്ഷെ നിങ്ങൾ കാലത്തെ പഴിക്കരുത്, അത് അള്ളാഹിനെ പഴിക്കുന്നതിന് തുല്യാൻ. വല തസുബ്ബുദ്ദഹറ, കാലത്തെ നിങ്ങൾ പഴിക്കാൻ പാടില്ല. അതുപോലെ രോഗം വരുമ്പോ, ഈ നശിച്ചൊരു പനി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഉമ്മു സാഹിബ് അവരിങ്ങനെ ഒരു ചീത്ത വാക്കുകൾ പറഞ്ഞപ്പോ അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ സാഹിബ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കില്ല, തസബ്ബുൽ ഹുമ്മ, പനീനെ ഒരിക്കലും നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ, പനീനെ ചീത്ത പറയാൻ പാടില്ല. ഫഇന്നഹാ തുദ്ഹിബുൽ ഖതായ യാ ബനി ആദം, ആദം സന്തതികളുടെ പാപങ്ങളെ അത് മായ്ച്ചു കളയും, ഇല്ലാണ്ടാക്കി കളയും. അതിൽ നമ്മൾ ക്ഷമിക്കുന്ന സന്ദർഭം ഏതുപോലെ ഇരുമ്പിലെ തുരുമ്പിനെ ഇല്ലാതാക്കി കളയുന്നത് പോലെ പാപങ്ങളെ ഇല്ലാതാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ പനിയുടെ രോഗത്തിൽ റിയാദ് സാലിം 37-ാമത്തെ ഹദീസിൽ കാണാൻ സാധിക്കും, മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ അള്ളാഹു പാപങ്ങളെ പൊറുത്തു തരും രോഗത്തിൽ ക്ഷമിക്കുമ്പോൾ. രോഗം വന്നാൽ ക്ഷമിക്കുക, ക്ഷമ അവലംബിക്കുക, രോഗമില്ലാത്ത ആളുകളുടെ കൂടെ കൂടിക്കലരുന്നതിനെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനായി ഒരു മുസ്ലിം അവന്റെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരാണ്. അതിനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒരു ദുആഇനെ സംബന്ധിച്ചിട്ടാണ്. നമ്മളിൽ പലപ്പോഴും പലവിധ മാനസികമായ ടെൻഷനുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടാവും. സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കഴിയുന്ന ആളുകളും നമ്മൾ ഓരോരുത്തരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരുമാറാവട്ടെ. ഒരു രൂപ പോലും ബാധ്യതയില്ലാതെ അള്ളാഹുവിന്റെ പരലോകത്തിലെ ഖബറിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിസ്കാര സമയമല്ലാത്തൊരു സമയത്ത് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫി ഗൈരി വഖ്തി സ്വലാ, നിനക്ക് എന്തു പറ്റി നിസ്കാരമല്ലാത്തൊരു സമയത്തും ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹുമൂമുൻ ലസിമത്നി
വദുയൂനി യാ റസൂലല്ലാഹ്, ഒരുപാട് ഉത്കണ്ഠകൾ, മനസ്സിന്റെ ദുഃഖങ്ങൾ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കടങ്ങളും എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ട് നബിയെ. മുത്തുനബി പറയാണ്, നിന്റെ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ, കടങ്ങളെ വീടിക്കിട്ടാൻ ഞാൻ നിനക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരട്ടെയോ? പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഈ പ്രാർത്ഥന നടത്തണമെന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഉത്കണ്ഠയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ശരിക്ക് ഹുസൻ എന്ന് പറയുന്ന പദത്തിന്റെ വൃത്തത്തിൽ വരുന്ന പദങ്ങളാണ് ഹമ്മ്, ഒമ്മ്, ഹുസന് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ ഭാഷകളിൽ വ്യത്യാസമുണ്ട്. ഹമ്മെന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് എന്തെങ്കിലും ബാധിക്കോ, വരാനിരിക്കുന്ന ഒരു അപകടത്തിനെ സംബന്ധിച്ച് മനസ്സിലുണ്ടാവുന്ന ഒരു ടെൻഷൻ വരുന്നതാണ് ഹമ്മ്. ഹുസന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചു പോയ വിഷമങ്ങളിലുള്ള ദുഃഖങ്ങളാണ്. ഉമ്മെന്ന് പറഞ്ഞാല് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളാണ്. അപ്പോ ഇത് ഹദീസിൽ ഈ പ്രാർത്ഥനയിൽ വന്ന രണ്ട് പദമാണ്. അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, ഉത്കണ്ഠകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ദുർബലതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ദുർബലത എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ തുടങ്ങി വെക്കുന്നുണ്ട്, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയണില്ല. ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ അവിടേക്ക് എത്താൻ കഴിയണില്ല. അതാണ് അശക്തത ഉണ്ടാവുക, ദുർബലത ഉണ്ടാവുക. അതിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കാൻ. വൽക്കസില്, മടി, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കാതെ അലസമായിരിക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നും അല്ലാഹു നിന്നോട് കാവൽ ചോദിക്കുന്നു. വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ജുബ്ൻ എന്ന് പറഞ്ഞാൽ പേടിയാണ്, അനാവശ്യമായ ഉത്കണ്ഠയിൽ നിന്ന് വരുന്നൊരു പേടി. ഇനിയിപ്പോ ഇത് തുടങ്ങിയിട്ട് ഞാനൊന്നും അല്ലാതായി പോവോ? അവിടെ കുറെ കച്ചവടക്കാരുണ്ട്, ഇപ്പൊ ഞാൻ കച്ചവടം തുടങ്ങി ഞാൻ ഒന്നല്ലാതായി പോവോ? അനാവശ്യമായ ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്ന ഒരു പേടിയിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കാൻ. വൽ ബുഖല്, പിശുക്കിൽ നിന്ന്. പിശുക്ക് പറഞ്ഞ രണ്ട് രീതി നമ്മൾ മനസ്സിലാക്കണം. ഉള്ളതെന്ന് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കണ അവസ്ഥ, അതിനെന്ത് പറയും? പിശുക്കെന്ന് പറയും. സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, കഴിവ് ഉപയോഗപ്പെടുത്താതെ പിശുക്കി വെക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അല്ലാഹു തആല സ്കില്ലുകൾ തന്നിട്ടുണ്ടാവും, അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടാവും, കച്ചവടം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും, ചിലപ്പോൾ ഉദ്യോഗ മേഖലയിലായിരിക്കും കഴിവുണ്ടാവും. അതൊന്നും ചെയ്യാതെ പിശുക്ക് കാണിച്ചിരിക്കുന്ന, അതും ഈ ബുഖലിന്റെ ഗണത്തിൽ പെടുന്ന അവസ്ഥകളാണ്. അതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ഉലബത്തി ദൈൻ, കടം ഞങ്ങളെ അതിജയിക്കുന്നതിൽ നിന്ന്. എന്താ, കടം നമുക്ക് വീട്ടാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് നമ്മളുടെ മേലെ അത് അതിജയിക്കുന്ന ഒരു സാഹചര്യം വരുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വഖഹരി റിജാൽ, ആളുകളുടെ ആധിപത്യത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ആധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ബാധ്യതകൾ മറ്റുള്ളവർക്ക് നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. ആധിപത്യം ഉണ്ടാവും, നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് നമ്മളുടെ മേൽ ആധിപത്യം ഉണ്ടാകും. ആ സാഹചര്യങ്ങൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ സംഭവിക്കല്ലേ എന്ന് രാവിലെയും വൈകുന്നേരവും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വ അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖലി വ അഊദു ബിക മിൻ ഉലബത്തി ദൈനി വ ഖഹരി റിജാൽ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, രാവിലെയും വൈകുന്നേരവും ജീവിതത്തിലൂടെ ഭാഗവാക്കാവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തിനും കഴിവുള്ളവനാണ്. എത്ര വലുതും വീട്ടിത്തരാൻ അല്ലാഹുവിന് കഴിയും. നമ്മളുടെ ഉത്കണ്ഠകൾ മാറിക്കിട്ടാൻ, ടെൻഷനുകൾ മാറിക്കിട്ടാൻ ഇത് വലിയൊരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളെ രണ്ട് സമയത്ത്, രാവിലെയും വൈകുന്നേരവും നമ്മൾ ശീലമാക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു ഷഹീദിന് പോലും പൊറിച്ചു കൊടുക്കാത്ത മാരകമായ വലിയൊരു സംഭവം തന്നെയാണ് ബാധ്യത നമ്മളിൽ ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, ആർക്കും ഹക്കടപാട് വരാതെ ഖബറിലേക്ക് യാത്ര പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജനാസ നമസ്കരിക്കാൻ വിസമ്മതിച്ച മേഖലയാണ്. അല്ലാഹുവേ, ആ പരീക്ഷണത്തിന് ഞങ്ങളെ പാത്രീഭൂതരാക്കല്ല റബ്ബേ. എന്തിനും കഴിവുള്ള റബ്ബ് നമ്മളിന്നത് വീട്ടിത്തരും. അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, ഹറാമിലേക്ക് കടക്കാതെ ഹലാലിൽ നിലയുറപ്പിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ പ്രത്യേകം ഒരു ദുആ വസിയത്ത്, നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു കുടുംബം, അവരുടെ പിതാവ് ഇന്നലെ മലേഷ്യയിൽ വെച്ച് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു. അവിടെ തന്നെ അദ്ദേഹത്തെ മറവ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഅഫറത്തും റഹ്മത്തും നൽകി
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും കുടുംബത്തെയും. ഒരുപക്ഷെ നാട്ടിൽ നിന്ന് വാപ്പാനെ അവസാനം ഒന്ന് കാണാന്നൊക്കെ നമ്മൾ പറയുന്ന സാധാരണ ഭാഷ, കാണുന്നതിലല്ല മറ്റു കാര്യങ്ങളിലാണ് പ്രാധാന്യമുള്ളത്. അപ്പൊ അതിന് തൗഫീക്ക് കിട്ടാതെ വിഷമിച്ചു പോയ കുടുംബത്തിനെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ, ഒരുമിച്ച് കാണാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ല അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين